പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ലോകം മുഴുവൻ ഒരു ആശങ്കയായി ഉയർത്തുന്ന കാര്യം. ഒരു യുദ്ധത്തിന്റെ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ നിരവധി ഭീകര വിക്ഷേപണ പാടുകൾ പാകിസ്ഥാൻ സൈന്യം ഒഴിപ്പിക്കാൻ തുടങ്ങിയതായിട്ട് റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി. മാത്രമല്ല, തീവ്രവാദികളെ സൈനിക ഷെൽട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുന്നതിനു വേണ്ടി ഇന്റലിജൻസ് വൃത്തങ്ങളും അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. പല സ്ഥലങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ഭീകരരെ മാറ്റുകയും നിലവിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജമ്മു കാശ്മീരിലുടനീളം കുറഞ്ഞത് 42 ഭീകര വിക്ഷേപണ പാടുകളിലായി 150നും 200നും ഇടയിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നായിരുന്നു കണക്കുകളെല്ലാം സൂചിപ്പിച്ചിരുന്നത്. ഹിസ്ബുള്ള, മുജാഹിദ്ദീൻ, ഷെയ്ഖ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നീ ഭീകര സംഘടനകളിൽ നിന്നുള്ള 60 വിദേശ ഭീകരരും അതുപോലെ 17 പ്രാദേശിക ഭീകരരും നിലവിൽ ജമ്മു കാശ്മീരിൽ സജീവമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ TRFനെ പാകിസ്ഥാൻ സംരക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്.